ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ നേരം പരപര വെളുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തെ തന്നെ എങ്ങോട്ടാണ് കെട്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതും ഒരു കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം കുടുംബക്ഷേത്രം എനിക്ക് എവിടെ ഉള്ളതെന്ന്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്കാണ് പോയത്. അത് അവിടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാൽ ഈ അമ്പലത്തിൽ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ എന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. ഇതിന് രണ്ടിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി തൊഴുക എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ട്രാവൽ വ്ലോഗ് വീഡിയോ സെറ്റാക്കാത്തതിൻ്റെ കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശനിയാഴ്ചയാണ് വരുന്നത്. എല്ലാ ശനിയാഴ്ചയും വരും. ഞായറാഴ്ച ഒറ്റ ദിവസം എനിക്ക് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരും. ഇനി അടുത്ത ആഴ്ചയും ചിലപ്പോൾ പോകേണ്ടി വരും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ അത് കാരണം ഈ ട്രാവൽ വ്ലോഗ് വീഡിയോ കുറേ പ്ലാനിങ് ഉണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മളിത് നേരത്തെ പരവര കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡിലേക്കാണ് കയറിയിട്ടുള്ളത്. പുതുതായിട്ട് വന്നത്. നമുക്ക് AC റോഡൊക്കെ അറിയാൻ പറ്റുമല്ലോ. ചങ്ങനാശ്ശേരി നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന AC റോഡ്. അപ്പം ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മങ്കൊമ്പ് ശ്രീ ഭഗവതി ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. ശ്രീ ഭഗവതി ടെമ്പിളാണെന്ന് തോന്നുന്നു. എന്തായാലും ഭഗവതി ടെമ്പിളാണ് സംഭവം. മങ്കൊമ്പാണ് സ്ഥലം. സോ ഞങ്ങളുടെ ഫാമിലി നെയിമും അതുകൊണ്ടാണ് മങ്കൊമ്പ് എന്നാണ് ഞങ്ങളുടെ ഫാമിലി നെയിം അറിയപ്പെടുന്നത്. മങ്കൊമ്പ് ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ഫാമിലി നെയിം വരാൻ കാരണം ഈ ഒരു അമ്പലമാണ്, അല്ലെങ്കിൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലായതുകൊണ്ടാണ് മങ്കൊമ്പ് ഫാമിലി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി വന്നതാണ്. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ചെളിയാണ്. പിന്നെ കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും കാലൊക്കെ കഴുകിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാം. പിന്നെ അതേ പൂജയ്ക്ക് എന്തൊക്കെ സാധനം മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ചിറ്റയും വലിയമ്മച്ചൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഫുൾ സെറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ പിള്ളേർ സെറ്റിൽ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് ഞങ്ങളുടെ യങ് ജനറേഷൻ ആരും ഈ അമ്പലത്തിലേക്ക് വന്നിട്ടില്ല. ഇതാണ് അമ്പലം. എനിക്ക് ഡീറ്റെയിൽസായിട്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അമ്പലം. ഇപ്പോഴങ്ങനെയാണ് ഇവിടെ പുണ്യപ്രതിഷ്ഠ ഏതാണ്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഈ അമ്പലം പുതുക്കിയൊക്കെ പണിതിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ മങ്കൊമ്പ് ഈ കൈനഗിരി ഭാഗത്തായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. കൈനഗിരി മങ്കൊമ്പൊക്കെ ആലപ്പുഴയിലുള്ളവർക്ക് മിക്കവർക്കും അറിയാം. അപ്പോൾ ഇവിടെ വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് കാരണം മറ്റേ കല്ലൊക്കെ വെച്ച് ഹൈറ്റ് കൂട്ടിയിട്ട്, അതായത് വെള്ളം കയറാത്ത രീതി കല്ല് വെച്ച് ഹൈറ്റ് കൂട്ടി പണിതൊരു അമ്പലം കൂടിയാണ്. അങ്ങനെയാണ് ഇത് പുനഃപ്രതിഷ്ഠ ഇപ്പോൾ രണ്ടാമത് നടത്തുന്നത്. ഹൈറ്റ് കൂട്ടിയ കാരണം. അതുപോലെ തന്നെ പ്രതിഷ്ഠയൊക്കെ എനിക്ക് വെളിയിലെങ്ങാണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് കേട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡാണ്. പക്ഷെ നമ്മൾ ബാക്കിൽ കൂടെയാണ് വരുന്നത്. പക്ഷേ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയൊക്കെ പണ്ട് വന്നിട്ടുള്ളത് ഇപ്പുറം കൂടെയാണ്. ഈ വഴി കൂടെ കടക്കാണ് അമ്മ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് പണ്ട് നേരത്തെ റോഡൊന്നും ഇല്ലായിരുന്നു. കടന്ന് നമ്മൾ അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിൽ കടത്തുണ്ട്. ആ കടത്ത് കടത്താണ് ഈ അമ്പലത്തിലേക്ക് വന്നിട്ട്. ഇപ്പോഴാണെന്ന് തോന്നുന്നു റോഡൊക്കെ വന്നേ തോന്നുന്നു. എനിക്ക് കാര്യമായിട്ട് സെറ്റപ്പൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതായത് ഞങ്ങളുടെ യങ് ജനറേഷൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യങ് ജനറേഷനിൽ ഞാനുണ്ട്. പിന്നെ ചിറ്റയാടുന്ന മക്കളെ കൂടെ വന്നിട്ടുണ്ട്. ബാക്കി ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് വന്നിട്ടില്ല. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ പിള്ളേർ സെറ്റും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾ ചിറ്റപ്പനൊക്കെ ആയിട്ട് കാറിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഹൈറ്റൊക്കെ കൂട്ടി നല്ല കല്ലൊക്കെ വെച്ച് ഹൈറ്റൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അത് ഇവിടെയൊക്കെ ഹൈറ്റ് കൂട്ടിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് എല്ലാ പരിപാടി കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എന്തായാലും വേറൊരു ഡിവോഷണൽ വൈബാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മങ്കൊമ്പ് അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ വരാത്തവരുണ്ടെങ്കിൽ മങ്കൊമ്പ് ഭഗവതി ടെമ്പിളെന്നോ അങ്ങനെ എന്തൊക്കെ സെർച്ച് ചെയ്താൽ മതി. മങ്കൊമ്പ് ഭഗവതി ടെമ്പിളെന്ന് സെർച്ച് ചെയ്താൽ ഒരു സംഭവം കിട്ടും. അപ്പോൾ എന്തായാലും വരാത്തവരെന്ന് വന്ന് നോക്കുക. വേറെ ലെവലൊരു വൈബാണ്. എന്താ വേറെ ഫീലിംഗ് ആണ്. ഇവിടെ വന്ന് തൊഴുത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാൻ തോന്നും. തൊഴുത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ അകത്ത് കുറേ നേരം നടക്കി ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് തൊഴാനായിട്ട് ഇങ്ങനെ തോന്നും. ആ രീതിക്കൊരു വൈബാണ്. അപ്പോൾ ഞാൻ എൻ്റെ റീൽസിനും കാര്യങ്ങൾക്ക് ഷോർട്സിനൊക്കെ വേണ്ടിയുള്ള കാര്യം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പമ്മി നിൽക്കുകയാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ വലുതായിട്ടൊന്നും ഈ അമ്പലത്തിൽ വന്ന് ജസ്റ്റ് തൊഴുത് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. ബൈ ഗൈസ്, ജി.